ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റി ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ദുരൂഹത. സുപ്രീംകോടതിയിലുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ വാദം ഖണ്ഡിക്കുന്നതിനായാണ് ഈ നീക്കമെന്നാണ് ആരോപണം. അതേസമയം പേര് മാറ്റുന്ന കാര്യം സർക്കാരിനോട് ആലോചിക്കേണ്ട ആവശ്യമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഒക്ടോബർ 5 നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേര് മാറ്റി ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഉത്തരവിൽ പറയുന്ന പ്രകാരം അയ്യപ്പസ്വാമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവഗീത പ്രകാരമുള്ള തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി സന്നിധാനത്ത് വലയം പ്രാപിച്ച വഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീ അയ്യപ്പ ക്ഷേത്രമായി മാറിയെന്നാണ്. ദേവസ്വം ബോർഡിന്റെ എല്ലാ രേഖകളിലും ഇനി മുതൽ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. ശാസ്താക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും സ്ത്രീ പ്രവേശനമുണ്ടെന്നും അതിനാൽ ശബരിമലയിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന സർക്കാർ വാദത്തെ ചെറുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയും. ലോകത്ത് ഒറ്റ ക്ഷേത്രമേ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന പേരിലുള്ളെന്നും ആയതിനാൽ അവിടെ സ്ത്രീ പ്രവേശനം പാടില്ല എന്നുമായിരിക്കും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദിക്കുക. അതേസമയം ക്ഷേത്രത്തിന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നിയമപരമായി അതിന് ആവശ്യമായി ഉന്നയിക്കാവുന്നത് ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ നിയമവശം നോക്കിയിട്ട് മാത്രമേ അത് ആവശ്യമാണെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ട് മാത്രമേ ആ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. ഈ ഒരു സജഷൻ പറഞ്ഞത് ഞാനാണ്. ഇതൊരപരാധമാണെങ്കിൽ അപരാധത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിൽ സർക്കാരിന്റെ വാദത്തെ ചെറുക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതിന് പിന്നിലെന്നാണ് സൂചന. ക്യാമറമാൻ ശ്രീകൽ കൊട്ടാരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, സന്നിധാനം.